ഇന്നത്തെ ഗോസ്പൽ യേശു ഒരു വാക്ക് പറയും, എൻ്റെ ആടുകൾക്ക് എൻ്റെ സ്വരം അറിയാം. ഇതൊരു കോൺഫിഡൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ യേശുവിന് പറയാൻ എങ്ങനെ സാധിക്കുന്നു? അത് പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതിങ്ങനെയാണ്, ഓരോ ഇടയന്മാർക്ക് 100 ആടുകൾ നൽകപ്പെടും. ആ ഇടയൻ ഒരു പ്രത്യേക സ്വരം ഉണ്ടാക്കുമ്പോൾ ആടുകൾ ആ സ്വരം കേട്ട് ഇടയൻ്റെ അടുത്തേക്ക് വരും. അത് ആ കാലഘട്ടത്തിലൊരു രീതിയായിരുന്നു. പക്ഷേ ഇവിടെ അതേ കോൺഫിഡൻറ്റോടല്ല, അതിനപ്പുറത്തുള്ളൊരു കോൺഫിഡൻറ്റോട് കൂടിയാണ് ക്രിസ്തു പറഞ്ഞത്, ആടുകൾക്ക് എൻ്റെ സ്വരം അറിയാം. ഇങ്ങനൊരു കോൺഫിഡൻസിൻ്റെ കാരണം എന്തായിരിക്കും? കാര്യം ഇത്രയേ ഉള്ളൂ, ഒത്തിരി ബഹുസ്വരങ്ങളുണ്ടെങ്കിലും എൻ്റെ ആടുകൾക്ക് എൻ്റെ സ്വരം അറിയാം. ഇന്ന് പ്രശ്നം അതാണ്, ഒത്തിരി സ്വരങ്ങളാണ്. നമ്മളൊരു ശരിയുടെ ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതല്ല ശരിയെന്നും വേറൊരു ശരിയുണ്ടെന്നും കാണിക്കുന്ന രീതിയിൽ ഇന്ന് സമൂഹം വഴിതിരിച്ചു വിടുന്നുണ്ട്. പണ്ടൊക്കെ ഒരു ശരിയല്ല എന്ന് കരുതിയിരുന്ന കാര്യം ഇന്ന് ഓക്കെയാണ്. ഇന്ന് ലിവിങ് ടുഗദർ ഓക്കെയാണ്, അബോർഷൻ ഓക്കെയാണ്, യൂത്തനേസിയ ഓക്കെയാണ്. എല്ലാവർക്കും വലിയ പാവമെന്ന് കരുതി ക്രിസ്തുവിൻ്റെ നിലപാടിനോട് ചേർന്ന് സഭ പഠിപ്പിച്ചിരുന്ന, സമൂഹം പഠിപ്പിച്ചിരുന്ന പലതും ഇന്ന് ഓക്കെയാണ്. ഇതിലൊക്കെ എന്താ തെറ്റെന്ന് ചോദിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വളരെയധികം മാറിത്തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാറിയിരിക്കുന്ന സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത സ്വരങ്ങളൊന്നും കൂടുതലാണ്. കുറേ അധികം പേര് വ്യത്യസ്ത നിലപാടെടുക്കുന്നതിൻ്റെ പേരിൽ കയ്യടി കിട്ടുന്നതിന് വേണ്ടി അവർ കുറേ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. ഇന്ന് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ബഹുസ്വരങ്ങളാണ്, ഒരു സ്വരമില്ല. അങ്ങനെ ഒരു സമൂഹത്തെ നോക്കിയിട്ടാണ് ക്രിസ്തു പറയുന്നത്, എത്ര സ്വരം ഉണ്ടെങ്കിലും എൻ്റെ ആടുകൾക്ക് എൻ്റെ സ്വരം അറിയാം. ഇതൊരു കോൺഫിഡൻസാണ്. കാര്യം നമ്മുടെ ചുറ്റിലും കുറേ സ്വരങ്ങളുണ്ട്. കുറേ ശരികളുടെ സ്വരങ്ങളുണ്ട്, കുറേ തെറ്റുകളുടെ സ്വരങ്ങളുണ്ട്, കുറേ വഴിതിരിച്ച് വിടുന്ന കുറേ മനുഷ്യരുടെ നിലപാടുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത സ്വരങ്ങൾക്കിടയിൽ ക്രിസ്തുവിൻ്റെ സ്വരം എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ആ സ്വരം? തിരിച്ചറിയുന്നുണ്ടോ നമ്മൾ ആ സ്വരം? ചില പ്രശ്നങ്ങളും സങ്കീർണമായ കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ ക്രിസ്തു ഈ നിലപാടിൽ എന്തായിരിക്കും സ്വീകരിച്ചിട്ടുള്ളത്, ക്രിസ്തുവിൻ്റെ സ്വരം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കോൺഫിഡൻസിൽ നമ്മളില്ല. പറ്റുന്നുണ്ടെങ്കിൽ ക്രിസ്തു പറഞ്ഞ ആ വാക്കില്ലേ, എൻ്റെ ആടുകൾ, ആ ആടുകളുടെ എണ്ണത്തിൽ നമ്മളുണ്ട്. അതാണ് ആ വ്യത്യാസം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.